ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 4 പ്ലാനിംഗ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് പ്ലാനിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ്. ഇത്രയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 1-ൽ നിങ്ങൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിച്ചിരുന്നു. പ്ലാനിംഗ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിംഗ്. ബിഫോർ ഡൂയിങ് സംതിങ് ദി മാനേജർ മസ്റ്റ് ഫോർമുലേറ്റ് ആൻ ഐഡിയ ഓഫ് ഹൗ ടു വർക്ക് ഓൺ എ പർട്ടിക്കുലർ ടാസ്ക്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ പ്രവൃത്തി എങ്ങനെ ചെയ്യാമെന്ന് മാനേജർമാർക്കൊരു ധാരണയുണ്ടായിരിക്കണം. Planning is what managers at all levels do. Planning thus involves setting objectives and developing appropriate courses of action to achieve these objectives. പ്ലാനിങ്ങിൽ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും ആ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി അനുയോജ്യമായ പ്രവർത്തന രീതികൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. Thus, we can say planning as setting objectives for a given time period, formulating various courses of action to achieve them, and then selecting the best possible alternative from among the various courses of action available. ലക്ഷ്യങ്ങൾ സമയബന്ധിതമായി നിശ്ചയിക്കുകയും അവ കൈവരിക്കുന്നതിനായി ലഭ്യമായ നിരവധി മാർഗങ്ങൾ രൂപീകരിക്കുകയും പിന്നീട് അവയിലെ ഏറ്റവും മികച്ച പ്രവർത്തന പദ്ധതി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിനെയാണ് പ്ലാനിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്. മെയിനായിട്ടും 6 പോയിൻ്റാണ് ഇമ്പോർട്ടൻസിനുള്ളത്. ഫസ്റ്റ് വൺ, പ്ലാനിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻസ്. സെക്കൻഡ് വൺ, planning reduces the risk of uncertainty. Third one, planning reduces overlapping and wasteful activities. Fourth one, planning promotes innovative ideas. Fifth one, planning facilitates decision making. Sixth one, planning establishes standards for controlling. ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. First one, planning provides directions. Planning ensures that the goals or objectives are clearly stated so that they act as a guide for deciding what action should be taken and in which direction. പ്ലാനിങ്ങിൽ നേട്ടങ്ങൾ അഥവാ ലക്ഷ്യങ്ങൾ വ്യക്തമായി പ്രസ്താവിക്കുന്നത് കൊണ്ട് അവ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്നും അത് ഏത് ദിശയിലാണ് നടപ്പിലാക്കേണ്ടത് എന്നുമുള്ള കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നു. ഇതാണ് പ്ലാനിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിംഗ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. പ്ലാനിംഗ് അനിശ്ചിതത്വത്തെ എന്ന നഷ്ടസാധ്യത ലഘൂകരിക്കുന്നു. Planning is an activity which enables a manager to look ahead and anticipate changes. By deciding in advance the task to be performed, planning shows the way to deal with changes and uncertain events. പ്ലാനിംഗ് മാനേജർമാരെ മുന്നോട്ട് നോക്കാൻ പ്രേരിപ്പിക്കുകയും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ മുൻകൂട്ടി കാണാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിലൂടെ പ്ലാനിങ്ങിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങളെയും അപ്രതീക്ഷിത സംഭവങ്ങളെയും നേരിടാനുള്ള മാർഗം തെളിയിക്കുന്നു. പ്ലാനിംഗ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. Planning serves as the basis of coordinating the activities and efforts of different divisions, departments, and individuals. It helps in avoiding confusion and misunderstanding.
വ്യത്യസ്ത ഡിവിഷനുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, വ്യക്തികൾ എന്നിവരുടെ പ്രവർത്തനങ്ങളും അധ്വാനവും ഏകോപിക്കുന്നതിൻ്റെ അടിസ്ഥാനമായി പ്ലാനിംഗ് പ്രവർത്തിക്കുന്നു. അത് കൺഫ്യൂഷനും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒഴിവാക്കുന്നു. Planning promotes innovative ideas. Since planning is the first function of management, new ideas can take the shape of concrete plans. It is the most challenging activity for the management as it guides all future actions leading to growth and prosperity of the business. പുതിയ ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന് പ്രാധാന്യം നൽകുന്നു. അടുത്തത് പ്ലാനിംഗ് ഫെസിലിറ്റേറ്റ്സ് decision making. Planning helps the manager to look into the future and make a choice from amongst various alternative courses of action. The manager has to evaluate each alternative and select the most viable proposition. Planning involves setting targets and predicting future conditions, thus helping in taking rational decisions. ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് പ്ലാനിങ് സഹായിക്കുന്നു. അതായത് ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്ലാൻ ഏതാണ് എന്ന് ചൂസ് ചെയ്യാനായിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്നു. പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് മാനേജേഴ്സിനെ പ്ലാനിങ് സഹായിക്കുന്നു. അടുത്തത് പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. Planning involves setting of goals. The entire managerial process is concerned with accomplishing predetermined goals through planning, organizing, staffing, directing and controlling. Planning provides the goals or standards against which actual performance is measured. By comparing actual performance with some standard, managers can know whether they have actually been able to attain the goals. അതായത് കൺട്രോളിങ്ങിനും പ്ലാനിങ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രമാത്രം കാര്യങ്ങൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ നേടണമെന്നാണ് പ്ലാനിങ് ഉദ്ദേശിക്കുന്നത്. അത് എന്തുമാത്രം അച്ചീവ് ചെയ്തു എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ സ്റ്റാൻഡേർഡിനെ വെച്ചാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. ഫസ്റ്റ് വൺ, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻസ്. സെക്കൻഡ് വൺ, പ്ലാനിങ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. തേർഡ് വൺ, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് ഫൈനലി, പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. നെക്സ്റ്റ് വൺ ഈസ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. 7 ഫീച്ചേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിങ് ഈസ് പെർവേസീവ്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് ഇൻവോൾവ്സ് decision making. Planning is a mental exercise. First one, planning focuses on achieving objectives. നമുക്കറിയാം ഓരോ ഓർഗനൈസേഷൻ്റെ അകത്തും പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അടുത്ത വർഷം ഇത്രമാത്രം അച്ചീവ് ചെയ്യണമെന്നുള്ള ഒബ്ജക്റ്റീവ്സ് എല്ലാ കമ്പനീസും സെറ്റ് ചെയ്യുന്നതാണ്. ഈ ഒബ്ജക്റ്റീവ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പ്ലാനിങ് ഫോക്കസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തത്, പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചപ്പോൾ പ്ലാനിങ് ഈസ് ദി ഫോർമോസ്റ്റ് ഫങ്ഷൻ, ഏറ്റവും ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത്, മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്. അതുകൊണ്ടാണ് പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, പ്ലാനിങ് ഈസ് പെർവേസീവ്. Planning is required at all levels of management as well as in all departments of the organizations.
ഓർഗനൈസേഷൻസിൻ്റെ അകത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും അല്ലെങ്കിൽ എല്ലാ ലെവൽസിലും പ്ലാനിങ് ഇമ്പോർട്ടൻസ് വഹിക്കുന്നു, അല്ലെങ്കിൽ പ്ലാനിങ് റിക്വേർഡ് ആണ്. അടുത്തത് പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, maybe for a month, a quarter or a year. At the end of that period, there is need for a new plan to be drawn on the basis of new requirements and future conditions. നമ്മൾ സാധാരണ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വർഷത്തേക്കായിരിക്കും. അടുത്ത വർഷത്തേക്ക് അടുത്ത പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. പ്ലാനിങ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷവും നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് ലുക്കിംഗ് എഹെഡ്, ഫ്യൂച്ചറിലേക്ക് നോക്കിയാണ് പ്ലാൻ ചെയ്യുന്നത്. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് എന്തുമാത്രമാണ് കിട്ടുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കിയാണ് പ്ലാൻ ചെയ്യുന്നത്. അടുത്തത് പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്തത് പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സസൈസ്. പ്ലാനിങ് റിക്വയർസ് ആപ്ലിക്കേഷൻ ഓഫ് ദി മൈൻഡ് ഇൻവോൾവിംഗ് ഫോർസൈറ്റ്, ഇൻ്റലിജൻറ്റ് ഇമാജിനേഷൻ ആൻഡ് സൗണ്ട് ജഡ്ജ്മെൻറ്റ്. ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. 6 ലിമിറ്റേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. സെക്കൻഡ് വൺ, പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയറമെൻറ്റ്. തേർഡ് വൺ, പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. പ്ലാനിങ് ഈസ് എ time consuming process. Planning does not guarantee success. The first one, planning leads to rigidity. പ്ലാനിങ് ചില സമയങ്ങളിൽ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവുകയില്ല. അപ്പോൾ റിജിഡിറ്റിയിലേക്ക് പ്ലാനിങ് നയിക്കപ്പെടുന്നു. അപ്പോൾ അതൊരു ലിമിറ്റേഷൻസ് ആണ്. അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയറമെൻറ്റ്. മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയിൽ പ്ലാനിങ് പ്രാവർത്തികമാകുന്നില്ല. ചില സാഹചര്യങ്ങളിൽ പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്ന് സംശയമാണ്. അതൊരു ലിമിറ്റേഷനാണ്. നമുക്കറിയാം ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ ടെക്നോളജികൾ ചേഞ്ചസ് വരുന്നത് പെട്ടെന്നാണ്. അതനുസരിച്ച് പ്ലാനിങ്ങിലും മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇവിടെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കമ്പനിക്ക്. അപ്പോൾ പ്ലാനിങ് ഒരു ലിമിറ്റേഷനാണ്. പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയറമെൻറ്റ്. അടുത്തത് പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട് പ്ലാനിങ്. അടുത്തത് പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് കൂടുതലായിട്ട് കോസ്റ്റ് ഉണ്ടാകുന്നു. നമുക്കറിയാം പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ കാര്യമായിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യാനായിട്ടൊരു പ്ലാനിങ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. അവർക്കുള്ള എക്സ്പെൻസ് ഇതെല്ലാം നോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റാണ്. അടുത്ത പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ടായതുകൊണ്ട് തന്നെ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഡിസിഷൻ എടുക്കേണ്ടത് പെട്ടെന്നാണ്, സഡനായിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അവിടെ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് നിന്ന് കഴിയുമ്പോൾ അത് നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാവും. അതാണ് പ്ലാനിങ് ഈസ് ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നത്. അടുത്ത പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. നമ്മൾ എന്തുമാത്രം പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാലും അത് സക്സസ് എത്തണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നടുത്ത് തന്നെ എത്തിച്ചേരുമെന്ന് പ്ലാനിങ് ഒരു ഗ്യാരണ്ടിയും നൽകുന്നില്ല. ഇത്രയുമാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ഓക്കെ, താങ്ക് യു.